അങ്ങ് സർക്കാരിൻ്റെ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഈ സർക്കാർ ഏറ്റവും ശക്തമായി പറയുന്ന ഒരു കാര്യം, ഈ പൊതുജനാരോഗ്യ മേഖലയും പൊതുവിദ്യാഭ്യാസ മേഖലയും വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു, വിപ്ലവം വന്നിരിക്കുന്നു, കെട്ടിടം വന്നിരിക്കുന്നു, കിഫ്ബി ഉണ്ട്, ഭയങ്കര സംഭവമാണ്. അങ്ങ് സർക്കാരിൻ്റെ അകത്താണല്ലോ, അങ്ങ് എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അല്ല, കിഫ്ബി 39,000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ സ്റ്റേറ്റിൽ നടത്തി എന്നുള്ളത് നിസ്തർക്കമാണ്. അതിൻ്റെ ഒരു നല്ല പങ്ക് ലാൻഡ് അക്വിസിഷൻ ഫോർ ലാർജ് പ്രോജക്ട്സ്, ഹെൽത്ത്, എഡ്യൂക്കേഷനിലാണ് വന്നിട്ടുള്ളത്. എനിക്ക് അതിനകത്തൊരു സംശയമുണ്ട്. അതായത് ഈ ബജറ്റിൽ ഉൾപ്പെടുത്തി ചെയ്തുകൊണ്ടിരുന്ന സാധനം കിഫ്ബി എന്ന് പറയുന്ന സംവിധാനത്തോട് നടത്തുന്നതല്ലാതെ കിഫ്ബി ഉള്ളത് കൊണ്ട് എന്തെങ്കിലും എക്സ്ട്രാ നേട്ടം? അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, കിഫ്ബിയുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് വർക്ക് ചെയ്താൽ കിഫ്ബി എടുക്കുന്ന കടം, കിഫ്ബി ഗ്രാൻറ്റും ഉണ്ട്, കടവും ഉണ്ട്. കടമെന്ന് പറയുന്നത് നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ 3% കടമെടുപ്പ് പരിധിക്ക് പുറത്ത് ഓപ്പറേറ്റ് ചെയ്യും. അല്ല, പക്ഷെ അവർ പറഞ്ഞ അങ്ങനല്ലോ ഈ കേന്ദ്ര സർക്കാർ. അത് 2022 വന്ന ഒരു ചേഞ്ചാണ്. 2018 ഇത് തുടങ്ങുന്ന സമയത്ത് കടത്തെ മറികടക്കാനായിരുന്നു. അത് സ്റ്റേറ്റ് അല്ലല്ലോ കടമെടുക്കുന്നത്. കടമെടുക്കുന്ന ഒരു ബോഡി കോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഗവൺമെന്റ് അല്ലേ, അതിന് ഗ്യാരണ്ടി ഗവൺമെന്റ് കൊടുക്കുന്നു. അപ്പൊ ആ ക്രമീകരണത്തിൽ അല്പം മെച്ചം ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഗുണം. ഗുണം എന്ന് പറഞ്ഞാൽ കടമെടുക്കാമെന്നുള്ളതായിരുന്നു. കടം ഗവൺമെന്റിന്റെ പരിധിക്ക് മീതെ എടുക്കാമെന്നുള്ളത്. ലെറ്റസ് സേ ഗവൺമെന്റിന് ഒരു വർഷം 40,000 രൂപ കോടി കടമെടുക്കാമെങ്കിൽ കിഫ്ബിക്ക് ഒരു 7,000 കോടി കൂടെ മീതെ എടുക്കാം, അല്ലെ ഒരു 10 കൂടെ എടുക്കാം. അതെല്ലാം തിരിച്ചറിയേണ്ടത് പ്രാക്ടിക്കലി സ്റ്റേറ്റ് തന്നെയാണ്. അല്ല, അപ്പം ഞാനെന്താ പറഞ്ഞത്, 40,000-50,000 കോടി മുടക്കി എന്ന് പറയുമ്പോൾ 40,000 അത്രേ ഉള്ളൂ. അല്ല, ആയിക്കോട്ടെ, 40,000 1,10,000 ഒന്നും ആരും മുടക്കിയിട്ടൊന്നുമില്ല. 40,000 പരസ്യത്തിൽ മാത്രമേ ഉള്ളൂ. ആ പരസ്യത്തിലുള്ളൂ. ഈ 40,000 കോടി മുടക്കിയെന്ന് പറയുമ്പോൾ ഇത് ബജറ്റ് വഴി മുടക്കാവുന്നതല്ലായിരുന്നു, അല്ല നേരത്തെ മുടക്കിക്കൊണ്ടിരുന്നില്ല. പക്ഷേ ആ ധനവർഷം ആ പൈസ കിട്ടത്തില്ല. കാരണം ഇപ്പം ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് 2 ലക്ഷം കോടി ഒരു വർഷം ചെലവിനും പദ്ധതിക്കും വേണമെങ്കിൽ 2 ലക്ഷം കോടി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോറോയിങ് എന്ന് പറയുന്ന ആ വർഷത്തെ ഒരു 30,000 കോടിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ 2 ലക്ഷത്തി 30,000 ഉണ്ട്. പക്ഷേ 2 ലക്ഷത്തിന് മീതെ പോകാൻ പറ്റില്ല. പക്ഷേ കിഫ്ബിക്ക് 2 ലക്ഷത്തിന് മീതെ ഒരു 10,000 കോടി കൂടെ ബോറോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അഡീഷണൽ കടം മേടിക്കാനുള്ള അഡ്വാൻറ്റേജിലുള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ ഗ്രാൻഡ് ഉണ്ട്. പിന്നെ അവർക്കൊരു 30% പ്രോജക്ട്സ് കമേഴ്ഷ്യലി റിവാർഡിംഗ് ആണ്. അപ്പോൾ അവർ KSEBിക്ക് കൊടുക്കുന്ന പൈസ അവർ പലിശ സഹിതം തിരിച്ചടയ്ക്കുന്നതാണ്. അപ്പോൾ ആ പൈസ മൊത്തത്തിൽ തിരിച്ചു വന്നോളൂ. ഓക്കെ. പക്ഷേ അത് 20-30% ഉള്ളൂ, 20% ഉള്ളൂ.